ഹായ് നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത് നമ്മുടെ എസ് ബി ഐയുടെ ക്ലർക്കിന്റെ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ബോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറയുന്ന നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസുമായിട്ട് ബേസ് ചെയ്തുള്ള ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. ഓൾറെഡി നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസും അതുപോലെ തന്നെ ട്രെയിനിന്റെ ക്വസ്റ്റൻസ് ചെയ്തു. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഈ ഒരു ബോട്ട് ആൻഡ് സ്ട്രീമിന്റെ ക്വസ്റ്റൻസ് ആണ് ബാക്കിയുള്ളത്. ഇത് കൂടാതെ നമ്മൾ എസ് ബി ഐയുടെ ക്ലർക്കിൽ ചോദിക്കുന്ന അരിത്തമാറ്റിക് ടോപ്പിക്സിന്റെ ക്വസ്റ്റൻസ് ഒക്കെ തന്നെ നമ്മൾ ടോപ്പിക് വൈസ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്തവർക്ക് നിങ്ങൾക്ക് ചാനലിൽ ചെന്ന് അവിടുന്ന് എസ് ബി ഐ ക്ലർക്കിന്റെ ഫുള്ള് പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് അത് ഫുള്ള് നോക്കി ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ. അതാണ് എക്സാമിന് പറ്റുവാണെങ്കിൽ അതിനെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ടെങ്കിലും എക്സാമിന് പോകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതേ പാറ്റേൺ ക്വസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റൻസ് അപ്രോച്ച് ചെയ്യാനും ഒക്കെ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ലാസ്റ്റ് 3 ഇയേഴ്സിലെ ക്വസ്റ്റൻ ഉണ്ടായിട്ട് തന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാംസിൽ ഉറപ്പാണ് ഇതേപോലത്തെ ക്വസ്റ്റൻസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത് പല ഷിഫ്റ്റുകളിലായിട്ട്. നിങ്ങൾക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ ബോട്ട് ആൻഡ് സ്ട്രീമിലേക്ക് പോകാൻ. നിങ്ങൾക്കറിയാം ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ട്രെയിനിനെ ബോട്ട്, ഈ ഒരു 3 ചാപ്റ്ററിലെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് നമുക്ക് വരുന്നത് വളരെ ചെറിയൊരു ടോപ്പിക് ആണെങ്കിൽ പോലും ബോട്ട് ആൻഡ് സ്ട്രീമിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് വരുന്നത്. സോ ഇവിടുത്തെ നമുക്ക് ലാസ്റ്റ് 3 ഇയേഴ്സിന്റെ ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് എന്തൊക്കെയാണ്, എങ്ങനെയുള്ളതാണ്, എങ്ങനെ വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കിപ്പോൾ. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന USD മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി. സോ ആദ്യത്തെ ക്വസ്റ്റൻ നമ്മുടെ മുമ്പിലുണ്ട്. എ ബോട്ട് ട്രാവൽസ് 30 കിലോമീറ്റർ അപ് സ്ട്രീം ആൻഡ് 30 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ഇൻ 8 hours. Time taken for the same boat to travel 50 kilometer downstream if its speed against the stream is 6 kilometer per hour. നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നേക്കുന്ന വാല്യൂസ് നമുക്ക് ആ സിസ്റ്റം നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ USD മെത്തേഡ്, നമ്മുടെ ടൈം നമ്മൾ ബോട്ടം സ്ട്രീം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് USD മെത്തേഡ്. നമുക്ക് ഇവിടെ USD മെത്തേഡിൽ നിങ്ങൾക്കറിയാം അപ് സ്ട്രീം ഉണ്ട്, ഡൗൺ സ്ട്രീം ഉണ്ട്, നമ്മുടെ ബോട്ടിന്റെ സ്പീഡും സ്ട്രീമിന്റെ സ്പീഡും ആണ്. അതിൽ നമുക്കിവിടെ ഇത് സ്പീഡ് എഗെയിൻസ്റ്റ് ദ സ്ട്രീം ഇസ് 6 kilometer per hour നമുക്ക് തന്നിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു അപ്സ്ട്രീം സ്പീഡ് 6 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നേക്കുന്ന കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 30 കിലോമീറ്റർ അപ്സ്ട്രീമും 30 കിലോമീറ്റർ ഡൗൺ സ്ട്രീം പോകാൻ 8 മണിക്കൂർ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളതൊന്ന് എഴുതുവാണെങ്കിൽ 30 കിലോമീറ്റർ അപ്സ്ട്രീം എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ അവിടെ എടുക്കുന്ന സമയം നമുക്ക് നോക്കാൻ വേണ്ടി അവിടുത്തെ ഡിസ്റ്റൻസ് ബൈ അവിടുത്തെ സ്പീഡ്, അപ്സ്ട്രീം സ്പീഡ്. അതുപോലെ തന്നെ നമ്മൾ ഡൗൺ സ്ട്രീം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 30 കിലോമീറ്റർ തന്നെ ആൻഡ് ഡൗൺ സ്ട്രീം പോകാൻ എടുക്കുന്ന സ്പീഡ് നമുക്ക് D എന്ന് എടുക്കാം. ഈക്വൽ ടു ഇത് രണ്ട് പോകാനും തിരിച്ചു വരാനും, ഇതേ 30 കിലോമീറ്റർ പോകാനും അതുപോലെ തന്നെ തിരിച്ചു വരാനും മൊത്തം എടുക്കുന്ന 8 hours ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഏതറിയാം, ഈ ഒരു അപ്സ്ട്രീമിന്റെ വാല്യൂ നമുക്കറിയാം, അതാണ് 6 എന്ന് കൊടുത്തിരിക്കുന്നത്. സോ നമ്മളിവിടെ യുടെ പ്ലേസിലേക്ക് നമ്മൾ ഈ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 30/6 നിങ്ങൾക്കറിയാം നമുക്ക് 5 എന്ന് വരും. ആൻഡ് പ്ലസ് നമുക്ക് ആ 30/D ഈക്വൽ ടു നമുക്ക് 8 എന്ന് വരും. സോ നമ്മളിത് ഫെർദർ ഒന്ന് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം 8ൽ നിന്ന് 5 മൈനസ് ആകുമ്പോൾ 3 എന്ന് വരും. നമുക്ക് ആ 3യും ആ 30 കൂടി ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് 3യും 30 കൂടി ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഡിയുടെ വാല്യൂ 10 എന്ന് കിട്ടും. 30/D ഈക്വൽ ടു നമുക്കിവിടെ ആ ഒരു ഇത് ഇപ്പുറത്ത് വരും. ഇവിടെ ഇപ്പുറത്ത് വരുമ്പോൾ നമുക്ക് 8 മൈനസ് 5 3 എന്ന് വരും. ആ 3യും നമുക്ക് ഈ ഒരു 3 കൂടി ക്യാൻസൽ ആവും. D ക്രോസ് ചെയ്യുമ്പോഴത്തേന്ന് നമുക്ക് D ഈക്വൽ ടു 10 എന്ന് വരും. സോ 10 കിലോമീറ്റർ പെർ ഹവർ നമുക്ക് വരും. അങ്ങനെ നമ്മുടെ ഡൗൺ സ്ട്രീം, നമുക്ക് അപ് സ്ട്രീം സ്പീഡ് ഓൾറെഡി ഗിവൺ ആയിരുന്നു. അതിന്റെ കൂടാതെ നമുക്ക് ഡൗൺ സ്ട്രീമിന്റെ സ്പീഡ് നമുക്ക് കിട്ടുന്ന എത്രയാണ്, 10 എന്നാണ് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ സ്ട്രീമിന്റെ സ്പീഡ്, നമ്മുടെ ആ ഒരു ബോട്ടിന്റെ സ്പീഡ് എന്തായിരിക്കും, ഈ 10ഉം 6ഉം കൂടി ആഡ് ചെയ്തിട്ട് അതിന്റെ ഹാഫ്, 10 + 6 16, അതിന്റെ ഹാഫ് നമുക്ക് 8 എന്ന് വരും. ആൻഡ് 10ഉം 6 കൂടി മൈനസ് ചെയ്യുമ്പോൾ 4ന്റെ ഹാഫ് നമുക്ക് എത്ര വരും, 2 എന്ന് വരും. അതാണ് നമ്മുടെ ബോട്ടിന്റെ സ്പീഡ്. ഇനി നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്ന എത്രയേ ഉള്ളൂ, നമുക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു. നമുക്ക് അത് ചോദിച്ചിരിക്കുന്ന എത്രയേ ഉള്ളൂ, 50 കിലോമീറ്റർ ഡൗൺ സ്ട്രീം പോയാൽ എത്ര സമയം എടുക്കുന്നത് ചോദിക്കുന്നുള്ളൂ. സോ അങ്ങനെ 50 കിലോമീറ്റർ ഡൗൺ സ്ട്രീം എന്ന് പറയുമ്പോൾ 50 ഡൗൺ സ്ട്രീം പോകാനുള്ള സ്പീഡ് എന്താണ്, 10 അല്ലേ. സോ 50/10 നമുക്ക് എത്ര മണിക്കൂറായിരിക്കും എടുക്കുന്നത്, 5 മണിക്കൂറായിരിക്കും നമുക്ക് പോകാൻ വേണ്ടി എടുക്കുന്നത്, 5 hours. അപ്പൊ അങ്ങനെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ E 5 hours ആണ് നമ്മുടെ ആൻസർ. കാണാൻ പറ്റും, വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തു പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എഴുതിയാൽ മതി. നമ്മളിപ്പം പ്രോപ്പർലി മനസ്സിലാവാൻ എല്ലാം എഴുതിയാണ് പോയത്. പിന്നെ ആർക്കെങ്കിലും നമ്മുടെ ഈ ഒരു ബോട്ടിന്റെ സ്പീഡും അതുപോലെ തന്നെ നമ്മുടെ ആ സ്ട്രീമിന്റെ സ്പീഡും കണ്ടുപിടിക്കുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഈ 10ഉം 6 കൂടി ആഡ് ചെയ്യുമ്പോൾ 16, അതിന്റെ ഹാഫ് എടുത്ത് നടുക്കിക്ക് അങ്ങ് എഴുതിയാൽ മതി. അത് 10ഉം 6 കൂടി മൈനസ് ചെയ്യുമ്പോൾ 4ന്റെ ഹാഫ് 2 എടുത്ത് അങ്ങ് എഴുതിയാൽ മതി. നമുക്ക് ഈ പറയുന്ന സ്ട്രീമിന്റെയും ബോട്ടിന്റെയും സ്പീഡ് നമുക്ക് കിട്ടും. ആൻഡ് ഇതാണ് USD മെത്തേഡ്. നമ്മൾ ഇങ്ങനെ എഴുതിയാണ് അതിനെ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ദിവസത്തിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, എ ബോട്ട് കവേഴ്സ് എ സർട്ടൻ ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീം ഇൻ 5 hours ബട്ട് ടേക്സ് 7 hours ടു റിട്ടേൺ അപ് സ്ട്രീം ടു ദി സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പം പോകാൻ 5 മണിക്കൂറും ഡൗൺ സ്ട്രീം പോകാൻ 5 മണിക്കൂറും തിരിച്ചു വരാൻ 7 മണിക്കൂറും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കൈൻഡ് ഓഫ് ഒരു ടൈം തന്നിട്ടുണ്ട്. ആൻഡ് സെയിം ഡിസ്റ്റൻസ് ആണ് ഫോളോ ആവുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡൗൺ സ്ട്രീം അപ് സ്ട്രീം കൂടി നമ്മളൊന്ന് റേഷ്യോ പോലെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴേക്ക് പോകാൻ 5 മണിക്കൂറും തിരിച്ചു വരാൻ 7 മണിക്കൂറുമാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്പീഡിന്റെ റേഷ്യോ നമ്മൾ ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്പീഡിന്റെ റേഷ്യോ എന്ത് വരും, 7:5 എന്ന് വരും. ഇനി നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്, ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം ഈസ് 3 കിലോമീറ്റർ പെർ അവർ, ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദി ബോട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ഡൗൺ സ്ട്രീം അപ് സ്ട്രീമിന്റെ റേഷ്യോ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടുന്ന് USD മെത്തേഡ് യൂസ് ചെയ്ത റേഷ്യോസ് ഒന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഡൗൺ സ്ട്രീമിന്റെ ആണ് നമ്മുടെ 7, നമുക്ക് റേഷ്യോ ആൻഡ് X എന്ന് എടുക്കാം.
ആൻഡ് അപ്സ്ട്രീമിന്റെ 5h. അങ്ങനെയാണെങ്കിൽ 7h 5h കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര വരും? 12 എന്ന് വരും. 12ന്റെ പകുതി എത്ര വരും? 6h എന്ന് വരും. അതാണ് നമ്മുടെ ബോട്ടിന്റെ സ്പീഡ്. ഇനി നമ്മൾ സ്ട്രീമിന്റെ സ്പീഡ് എടുക്കുകയാണെങ്കിൽ 7 - 5 നമുക്ക് 2, 2ന്റെ ഹാഫ് നമുക്ക് എത്ര വരും? 1 എന്ന് വരും. സോ 1h ആണ് നമ്മുടെ സ്ട്രീമിന്റെ സ്പീഡ്. ഇനി നമുക്ക് ഇതിൽ ഏതാ തന്നേക്കുന്നതെന്ന് മാത്രം നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതിലെ ഏത് വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത്? ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം ഈസ് 3 km/h എന്ന് ഞാൻ ഈ സ്ട്രീമിന്റെ സ്പീഡ് ഈ 1 എന്ന് പറഞ്ഞാണ് അവർ 3 km/h എന്ന് തന്നിരിക്കുന്നത്. ചോദിക്കുന്ന ഏതിന്റെയാണ്? ആ ഒരു ബോട്ടിന്റെ സ്പീഡ്. ബോട്ടിന്റെ സ്പീഡാണ് 6 എന്ന് പറയുന്നത്. 6 എത്ര എന്ന് കണ്ടുപിടിച്ചാൽ ആൻസർ കിട്ടാൻ വേണ്ടി നിങ്ങൾക്കറിയാം 1 × 3 ആണ് 3. അങ്ങനെയാണെങ്കിൽ 6 × 3 ചെയ്താൽ നമുക്ക് എത്ര വരും? 18 എന്ന് വരത്തില്ലേ? സോ 18 km/h നമുക്ക് ആൻസർ വരും. 18 km/h. ഓക്കെ, വളരെ ഷോർട്ട് ആയിട്ടാണ് ചെയ്തു പോയിരിക്കുന്നത്. അവർ തന്നിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ എഴുതിയേക്കുന്നത്. സോ അവിടെ നമുക്ക് ആ റേഷ്യോ ഒന്ന് മൈൻഡ് ഇമാജിൻ ചെയ്താൽ, ലൈക്ക് അവർ 5:7 തന്നാണെങ്കിൽ നമ്മൾ 7:5 എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തോ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന നമുക്കറിയാം ഡൗൺ സ്ട്രീമിന്റെ സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ 5 7 ആണെങ്കിൽ 7 ആയിരിക്കും ഡൗൺ സ്ട്രീമിൽ വരുന്നത്. നമ്മളൊന്ന് ഇമാജിൻ ചെയ്താൽ തന്നെ നമുക്ക് ഈ സ്റ്റെപ്സ് കുറച്ചുകൂടി കുറച്ചുകൊണ്ട് ഇത്രയും മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആൻസേഴ്സ് എടുക്കാൻ പറ്റും. സോ ആൻസർ ഓപ്ഷൻ സി 18 km/h ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ, സ്പീഡ് ഓഫ് ദി സ്ട്രീം ഈസ് 3 km/h ആൻഡ് ദ അപ്സ്ട്രീം സ്പീഡ് ഈസ് 7 km/h. ഫൈൻഡ് ദി ടൈം ടേക്കൺ ബൈ ബോട്ട് ടു കവർ 91 km ഡൗൺ സ്ട്രീം. അപ്പോൾ നമുക്ക് രണ്ട് സ്പീഡ് തന്നിട്ടുണ്ട്. സോ നേരെ USDയിലേക്ക് പോവാ. USD. ഇനി നമുക്ക് ഏതൊക്കെയാണ് തന്നേക്കുന്നത്? സ്പീഡ് ഓഫ് ദ സ്ട്രീം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രീമിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു 3 km/h. ഇത് കൂടെ നമുക്ക് ഏത് തന്നെ അപ്സ്ട്രീം തന്നിട്ടുണ്ട് 7. ഇനി നമുക്ക് ഈ പറയുന്ന ബോട്ട് നമുക്ക് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഡൗൺ സ്ട്രീം കിട്ടിയാൽ നമ്മൾ ചോദിക്കുന്നത് ഡൗൺ സ്ട്രീമിന്റെ ആണ് ചോദിച്ചത്. നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ ഡൗൺ സ്ട്രീം 91 km ഡൗൺ സ്ട്രീം പോകാൻ എത്ര സമയം എടുക്കുന്ന വെച്ചാൽ, അപ്പം ആ ഡിസ്റ്റൻസ് ബൈ ആ ഒരു നമ്മുടെ ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞ സ്പീഡ്, ഡൗൺ സ്ട്രീമിന്റെ സ്പീഡ് കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ടൈം എത്രയാണ് എന്ന് നമുക്ക് കിട്ടും. നമുക്കറിയാം ടൈം ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, അതിൽ ഡൗൺ സ്ട്രീം ആയിട്ട് ഡൗൺ സ്ട്രീമിന്റെ സ്പീഡ്. അങ്ങനെയാണെങ്കിൽ ആ DS എന്താണെന്നുള്ളത് കിട്ടിയാൽ മതി. ഇനി അതെടുക്കുന്നത് നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് എങ്ങനെ ഈ 3 എന്നുള്ള വാല്യൂ കിട്ടുന്നത്? നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ ഡൗൺ സ്ട്രീമും ഈ അപ്സ്ട്രീം കൂടി മൈനസ് ചെയ്യണം. എന്നിട്ട് അതിന്റെ പകുതി എടുക്കുമ്പോഴാണ് നമുക്ക് ഈ 3 കിട്ടുന്നത്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ പറയുന്ന 3യുടെ ഡബിൾ ആക്കിയിട്ട് അതിനെ 7ന്റെ കൂടെ ആഡ് ചെയ്താൽ പോരെ നമുക്ക് ഈ ഡൗൺ സ്ട്രീം കിട്ടാൻ വേണ്ടി. നമ്മൾ ഈ ഡൗൺ സ്ട്രീമും അപ്സ്ട്രീം കൂടി മൈനസ് ചെയ്തിട്ട് അതിന്റെ പകുതി എടുക്കുമ്പോഴാണ് 3 കിട്ടുന്നത്. അങ്ങനെ ഇതിനെ തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ഈ പകുതി എടുത്തതിന് പകരം ആ 3നെ ഇരട്ടിയാക്കിയിട്ട് മൈനസ് ചെയ്യുന്നതിന് പകരം പ്ലസ് ചെയ്താൽ പോരെ. 3ന്റെ ഇരട്ടി എത്ര? 6. 6ന്റെ ഈ പറയുന്ന 6നെ 7ന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൈനസ് ചെയ്ത് എടുക്കുന്നത് അത്. അപ്പം നമ്മൾ മൈനസ് ചെയ്യും, ഹാഫ് ആക്കും. ഇനി അതിനെ തലതിരിച്ച് ചെയ്ത് ഡബിൾ ആക്കുക, എന്നിട്ട് ആഡ് ചെയ്യുക. അങ്ങനെ 3 ഡബിൾ 6. 6നെ നമ്മൾ 7ന്റെ കൂടെ ആഡ് ചെയ്താൽ 13. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. 13 - 7 6. 6ന്റെ പകുതി 3. അത്രേ ഉള്ളൂ. അതല്ല നമുക്ക് ഇനിയിപ്പോൾ ഇത് വേണമെങ്കിൽ, ഇൻ കേസ് ബോട്ട് വേണമെങ്കിൽ, ഇവിടെ ബോട്ട് ആവശ്യമില്ല എന്നാലും ബോട്ട് വേണമെങ്കിൽ 13 + 7 നമുക്ക് എത്ര വരും? 20 വരും. 20ന്റെ പകുതി എടുത്ത് എത്ര വരും? 10 വരും. ഓക്കെ, അത് നമുക്ക് ആവശ്യമില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഇവിടെ വാല്യൂ ഇട്ട് കൊടുക്കാം. 91/13. 91/13 എന്ന് പറയുമ്പോൾ 13 × 7 ആണ് 91 എന്ന് പറയുന്നത്. 3 × 7 21. സോ 13 × 7 91. അങ്ങനെയാണെങ്കിൽ നമുക്ക് 7 hours എന്ന ആൻസർ വരും. 7 മണിക്കൂർ. നോക്കിയേ, വളരെ സിമ്പിൾ ആയിട്ട്. അപ്പൊ ഈ 13 നമുക്ക് അവിടുന്ന് മൈൻഡിൽ ഒന്ന് എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ 91 13 ഡിവൈഡ് ചെയ്താൽ എന്ത് വരും എന്നൊന്ന് ആലോചിച്ചാൽ ആദ്യം ആൻസർ കിട്ടാൻ വേണ്ടി ഓപ്ഷൻ സി 7 hours ആണ് നമുക്ക് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. എ മാൻ റോഡ് ഡൗൺ എ റിവർ 30 km in 6 hours with this stream and return in 10 hours. അപ്പൊ നമുക്ക് അവിടെ ആ ഒരു അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും കണ്ടുപിടിക്കാനുള്ള തന്നിട്ടുണ്ട്. ഡൗൺ സ്ട്രീം പോകുന്നത് പറഞ്ഞേക്കുന്നത് ഡൗൺ സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് അവിടുത്തെ ഡിസ്റ്റൻസ് 30 km, പോകാൻ എടുക്കുന്ന 6 മണിക്കൂർ. അങ്ങനെയാണെങ്കിൽ 30/6 നമുക്ക് 5 km/h എന്ന് വരും. ഇനി അതേപോലെ അപ്സ്ട്രീമിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അപ്സ്ട്രീം ഈക്വൽ ടു നമ്മുടെ ഈ 30 km ആണ് പോകുന്നത്. ഡൗൺ അപ്സ്ട്രീം സ്പീഡ് എടുക്കുകയാണെങ്കിൽ അതിന്റെ പോകാൻ എടുക്കുന്ന 10 മണിക്കൂർ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുന്ന് 3 km/h എന്ന് വരും അവിടുത്തെ സ്പീഡ്. ഇനി എന്താ നമ്മൾ ചോദിച്ചിരിക്കുന്നത്? ആ സ്പീഡ് ഓഫ് ഓക്കെ, ആ ആളുടെ സ്പീഡ് അല്ലെങ്കിൽ നമ്മുടെ ബോട്ടിന്റെ സ്പീഡ് എന്താണ് എന്നാണ് ചോദിച്ചത്. നമുക്ക് നേരെ USDയിലേക്ക് പോവാം. USD അല്ലെ, U എന്ന് പറയുന്നതാണ് 3, D എന്ന് പറയുന്നതാണ് 5. അങ്ങനെയാണ് നമ്മൾ ചോദിച്ചിരുന്നത് ഈ ബോട്ടിന്റെ സ്പീഡ് സാധാരണ നമ്മൾ കണ്ടിട്ടില്ല, അതാ ചോദിച്ചിരിക്കുന്നത്. അപ്പം 5 + 3 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? നമുക്ക് 8 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 8ന്റെ പകുതി എടുത്താൽ 4 വരും. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. 3ഉം 5ന്റെ ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആണ് ഇവിടെ വരേണ്ടത്. 3ന്റെ 5ന്റെ ഇടയ്ക്ക് എന്ത് മാത്രമേ ഉള്ളൂ? 4 മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ 4 അങ്ങ് എടുത്താൽ മതി. അത്രയേ ഉള്ളൂ ആൻസർ കിട്ടാൻ വേണ്ടി. സോ നമ്മുടെ ഈ പറഞ്ഞ ആ ബോട്ടിന്റെ സ്പീഡ് അല്ലെങ്കിൽ ആ ആളുടെ സ്പീഡ്, ആ മാന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 4 km/h എന്ന് ആൻസർ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. എ മാൻ സ്വിംസ് എ സർട്ടൈൻ ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീം ഇൻ 3 hours ആൻഡ് റിട്ടേൺ ദ സെയിം ഡിസ്റ്റൻസ് അപ് സ്ട്രീം ഇൻ 5 hours. അപ്പൊ നോക്കിക്കേ, വീണ്ടും ടൈമിന്റെ റേഷ്യോ പോലെ നമുക്ക് അതിനെ എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ടൈമിന്റെ റേഷ്യോ പോലെ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഡൗൺ അപ് സ്ട്രീമും
ഡൗൺ സ്ട്രീമും എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങോട്ടായിരിക്കും കൂടുതൽ സമയം എടുക്കാൻ പോകുന്നത്? അപ്സ്ട്രീം ആയിരിക്കും കൂടുതൽ എടുക്കാൻ പോകുന്നത്. സോ ഇവിടെ 5 വരും, ഇവിടെ 3 വരും. അതാണ് നമ്മുടെ സ്പീഡിന്റെ റേഷ്യോ എടുക്കും. നേരെ തിരിഞ്ഞ് നമുക്കറിയാം നമുക്ക് അപ്സ്ട്രീമിലായിരിക്കും സ്പീഡ് കുറവ്, ഡൗൺ സ്ട്രീമിൽ സ്പീഡ് കൂടുതലായിരിക്കും. സോ 3:5 എന്ന് വരും. ഇനി ആസ് യൂഷ്വൽ നേരത്തെ ചെയ്തുള്ള USD മെത്തേഡ് എടുക്കാം. USD അതിൽ നമ്മുടെ U എന്ന് പറയുന്നത് 3h, നമ്മുടെ D എന്ന് പറയുന്നത് 5h. ചോദിച്ചിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദി സ്പീഡ് ഓഫ് ദി മാൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രീം നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ 5 + 3 8, 8ന്റെ പകുതി 4. നമ്മൾ നേരത്തെ പറഞ്ഞ 3 5ന്റെ ഇടയ്ക്ക് 4 ഉള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ 5ഉം 3 കൂടി ആഡ് ചെയ്യുമ്പോൾ 8, 5ഉം 3 കൂടി മൈനസ് ചെയ്യുമ്പോൾ 2, 2ന്റെ പകുതി 1h. അപ്പൊ നമുക്ക് ബോട്ട് അറിയാം, സ്ട്രീം അറിയാം, അപ്സ്ട്രീം അറിയാം, ഡൗൺ സ്ട്രീം അറിയാം. ഏതാ തന്നിരിക്കുന്നത്? ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം ഈസ് 11 km/h എന്ന് തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ 1 എന്ന് പറയുന്നതാണ് അവർ എത്രയും തന്നിരിക്കുന്നത്? 11 km/h എന്ന് തന്നിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്ന ഏതാ? ആ ആളുടെ സ്പീഡ് അല്ലെങ്കിൽ ബോട്ടിന്റെ സ്പീഡ്. അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ചെയ്തു. അത് 4 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. 1 × 11 ആണ് 11. അങ്ങനെയാണെങ്കിൽ 4 × 11 ചെയ്ത് നമുക്ക് എത്ര വരും? 44 എന്ന് വരും. 44 km/h നമുക്ക് ആൻസർ വരും. 44 km/h. സോ ഓപ്ഷനിലേക്ക് വരുമ്പം ഓപ്ഷൻ എ 44 km/h ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. എ മോട്ടോർ ബോട്ട് കവേഴ്സ് എ സർട്ടൻ ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീം ഇൻ എ റിവർ ഇൻ 6 hours ആൻഡ് ദ സെയിം ബോട്ട് കവേഴ്സ് ദി സെയിം ഡിസ്റ്റൻസ് അപ് സ്ട്രീം ഇൻ എ റിവർ ഇൻ 8 hours. നോക്കിയാൽ വീണ്ടും അതേപോലെ തന്നെ അല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ വീണ്ടും അങ്ങനെ തന്നെ എടുക്കാം. നമുക്ക് ടൈം ഇതേപോലെ തന്നെ അപ് സ്ട്രീമും ഡൗൺ സ്ട്രീമും എടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സമയം എടുക്കുന്നത് അപ്സ്ട്രീമിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 8 വരേണ്ടത് യുടെ അടിയിലും 6 വരേണ്ടത് ഡിയുടെ അടിയിലും. നമുക്ക് ജസ്റ്റ് ലോജിക് യൂസ് ചെയ്തത് വായിച്ച് നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പീഡ് എടുക്കും. നമുക്കറിയാം അപ്സ്ട്രീമിന്റെ സ്പീഡ് കുറവും ഡൗൺ സ്ട്രീമിന്റെ സ്പീഡ് കൂടുതലും ആയിരിക്കും. 6:8 എന്ന് വരും. ഇനി ആ സൂക്ഷിച്ച് നമ്മൾ നേരത്തെ ചെയ്തോളെ USD എന്ന് എടുക്കുക. എന്നിട്ട് U എന്ന് പറയുന്ന 6h, നമുക്ക് D എന്ന് പറയുന്നത് 8h, നമുക്ക് ഇവിടെ ഇതിന്റെ രണ്ടിന്റെയും നടുക്ക് വരുന്നത് നിങ്ങൾക്കറിയാം 7h, ആൻഡ് 8ഉം 6ഉം കൂടി മൈനസ് ചെയ്താൽ 2h, 2hന്റെ പകുതി എടുത്താൽ 1h എന്ന് വരും. ഇനി ഏതാണ് നമുക്ക് തന്നിരിക്കുന്നത്? ഇവിടെ നമുക്കിപ്പോൾ തന്നിരിക്കുന്നത് ഇഫ് ദ സ്പീഡ് ഓഫ് എ സ്ട്രീം ഇസ് 2 km/h. അപ്പൊ നേരത്തെ തന്ന പോലെ തന്നെ തന്നിരിക്കുന്നത് സ്ട്രീമിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്നതാണ് അവർ എത്രയും തന്നിരിക്കുന്നത് 2 km/h എന്ന് തന്നിരിക്കുന്നത്. അപ്പൊ 1 × 2 ആണ് 2 എന്ന് പറയുന്നത്. എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. ആ 7 എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്നത്. യൂഷ്വലി എപ്പോഴും അതാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 7 × 2 ചെയ്ത് നമുക്ക് എത്ര വരും? 14 എന്ന് വരും. സോ 14 km/h നമുക്ക് ആൻസർ വരും. 14 km/h. അപ്പോൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ഡി 14 km/h ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബോട്ട് ഹാവിംഗ് എ സ്പീഡ് ഓഫ് 12 km/h covering a distance of 36 km in upstream and a distance of 30 km in downstream. If the time taken by the boat to cover the distance in up and down is in the ratio 2:1, find the speed of the stream. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെ നമുക്ക് ഈ അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമിന്റെയും ആ ഒരു സമയത്തിന്റെ റേഷ്യോ നേരത്തെ അവർ ആ സമയം പറയുമായിരുന്നെങ്കിൽ കഴിഞ്ഞ 2 ക്വസ്റ്റിൽ അവർ ആ ടൈം പറയുമായിരുന്നെങ്കിൽ ഇവിടെ ആ ടൈമിന്റെ റേഷ്യോ അവരായിട്ട് തന്നെ തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മളായിട്ട് ആ ടൈം എടുത്തിട്ട് റേഷ്യോ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഇവിടെ അവർ തന്നെ ആ റേഷ്യോ തന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ റേഷ്യോ തന്നപ്പോൾ അവർ ചെയ്തൊരു കാര്യം ആ ക്വസ്റ്റിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം നമ്മൾ ലാസ്റ്റ് 2 ക്വസ്റ്റിനിലും അതിന് മുമ്പുള്ള ക്വസ്റ്റൻസിൽ നമ്മൾ ചെയ്തൊരു കാര്യം നമ്മൾ ഈ ടൈമും സ്പീഡിന്റെ റേഷ്യോ എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അവർ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആയിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ നോക്കിയാൽ അവർ ആ ഡിസ്റ്റൻസ് ഒന്ന് മാറ്റി. വളരെ അടുത്തടുത്തുള്ള നല്ല ഫെമിലിയർ ആയിട്ടുള്ള വാല്യൂസ് ആണ് 36ഉം 30ഉം. പക്ഷെ അവർ എന്ത് ചെയ്തു? ആ വാല്യൂസ് മാറ്റി തന്നു. ഓക്കെ, അപ്പോൾ അത് കുറച്ചുകൂടി ബെറ്റർ ആക്കി അവർ. അപ്പോൾ നമുക്ക് ഇപ്പം കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ അത്രയും സ്പീഡിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുത്തങ്ങ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇവിടെ കുറച്ചുകൂടി അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ നമുക്ക് ഈ പറഞ്ഞേക്കുന്ന റേഷ്യോ നൽകുന്ന ടൈമിന്റെ റേഷ്യോ ആണ്. അപ്സ്ട്രീമിന്റെയും ഡൗൺ സ്ട്രീമിന്റെയും ടൈമിന്റെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ നമ്മളൊന്ന് എടുക്കുകയാണെങ്കിൽ ആ ടൈം വെച്ച് തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു ബോട്ട് ഈ പറയുന്ന അപ്സ്ട്രീം പോകുന്നത് 36 km ആണ്. ആൻഡ് അപ്സ്ട്രീം പോകുന്ന സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് US എന്ന് എടുക്കാം. ഓക്കെ, ദെൻ ഡിവൈഡ് ബൈ അപ്പൊ അവിടുത്തെ ടൈമാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. അവിടുത്തെ ഡിസ്റ്റൻസ് ബൈ അവിടുത്തെ സ്പീഡാണ് ടൈം. ഇനി അതേപോലെ ഡൗൺ സ്ട്രീം പോകുന്ന കേസ് എടുക്കുകയാണെങ്കിൽ 30 km ഡൗൺ സ്ട്രീം ആണ് പോകുന്നത്. ആൻഡ് അവിടെ പോകുന്ന സ്പീഡ് നമുക്കറിയാം ഡൗൺ സ്ട്രീം സ്പീഡ് നമുക്ക് DS എന്ന് എടുക്കാം. ആൻഡ് ഇതിന്റെ റേഷ്യോ ഇപ്പം മേളത്തെ അപ്സ്ട്രീമിന്റെയും താഴത്തെ ഡൗൺ സ്ട്രീമിന്റെയും ഈ ടൈമിന്റെ റേഷ്യോ ആണ് അവർ എത്രയും തന്നേക്കുന്നത്, ഈ 2:1 തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്തെടുത്താലേ നമ്മൾ എപ്പോഴും കിട്ടുന്ന അതേപോലെ തന്നെ നമുക്ക് ആ ഒരു റേഷ്യോ കിട്ടത്തില്ല സ്പീഡിന്റെ. പക്ഷെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ നമുക്ക് ഇവിടെ 2:1 ആണെങ്കിൽ 1:2 എന്ന് എടുത്തങ്ങ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഇവിടെ ഡിസ്റ്റൻസ് വ്യത്യാസമുണ്ട്. അവർ മനഃപൂർവ്വം ആ ഡിസ്റ്റൻസ് മാറ്റി തന്നേക്കുവാണ് ക്വസ്റ്റ്യൻ ബെറ്റർ ആക്കാൻ വേണ്ടി. അങ്ങനെ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടുന്ന് ആ ഒരു അപ്സ്ട്രീമിന്റെയും ഡൗൺ സ്ട്രീമിന്റെയും സ്പീഡിന്റെ റേഷ്യോ കിട്ടും. നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇവിടുന്ന് ഈ 30ഉം 36 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 6 ഇവിടെ 5 വരും. ഈ 2ഉം
ഈ 6 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്ര എന്ന് വരും? നമുക്ക് ഇവിടെ 3 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിപ്പോൾ സോൾവ് ചെയ്തെടുക്കുമ്പോൾ ഈ ഡൗൺ സ്ട്രീം അങ്ങ് മുകളിൽ പോകും, അപ് സ്ട്രീം അങ്ങ് താഴെ വരും. അപ്പോൾ അങ്ങനെ ഈ ഡൗൺ സ്ട്രീം ബൈ അപ് സ്ട്രീം എടുക്കുമ്പോഴത്തേന് നിങ്ങൾ ആ റേഷ്യോ കറങ്ങി എങ്ങനെ വരും എന്ന് ആലോചിച്ച് ഒരുപാട് കൺഫ്യൂസ് ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എവിടെ ആയിരിക്കും സ്പീഡ് കൂടുതൽ? 5 ഉണ്ട്, 5 ഉണ്ട്, 3 ഉണ്ട്. എവിടെ ആയിരിക്കും കൂടുതൽ? ഡൗൺ സ്ട്രീം ആയിരിക്കണ്ടേ കൂടുതൽ? അപ്പൊ അവിടെ 5ഉം ഈ അപ് സ്ട്രീം 3ഉം വരണ്ടേ? സിമ്പിൾ ആയിട്ട് നമ്മൾ ആ ലോജിക് ആലോചിച്ചത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെ ഇത് തിരിഞ്ഞു കഴിഞ്ഞാൽ എവിടെ വരും, എങ്ങനെ വരും, ഏത് വാല്യൂ വരും എന്ന് ആലോചിക്കുന്നതിന് പകരം നിങ്ങൾ ആ ലോജിക് ഒന്ന് ആലോചിച്ചത്. ഡൗൺ സ്ട്രീം കൂടുതലായിരിക്കും സ്പീഡ്, ഡൗൺ സ്ട്രീം സ്പീഡ് എപ്പോഴും എന്തായിരിക്കും? കുറവായിരിക്കും. അപ് സ്ട്രീം പോകാൻ സമയം കൂടുതലെടുക്കും. നമുക്ക് അവിടെ അപ് സ്ട്രീം പോകുന്ന സ്പീഡും കുറവായിരിക്കും സമയം കൂടുതലെടുക്കുന്നെങ്കിൽ. അപ്പോൾ സിമ്പിൾ ആയിട്ട് അതൊന്ന് ആലോചിച്ചാൽ മതി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് കിട്ടിയ പോലെ തന്നെ റേഷ്യോ ഇവിടെയും കിട്ടിയില്ലേ ഇപ്പോൾ? ആ റേഷ്യോ അവർ നേരത്തെ നമ്മൾ ഡയറക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ചുകൂടി ഇൻഡയറക്റ്റ് ആയിട്ട് തന്നിരുന്നതെന്ന് നമുക്ക് പറയാം. ഇനി ആ യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ USD മെത്തേഡിലേക്ക് തന്നെ പോവാം, എപ്പോഴും ചെയ്യുന്ന കണക്ക്. അപ്പോൾ നമുക്ക് ആ D എന്ന് പറയുന്നതാണ് 5, U എന്ന് പറയുന്നതാണ് 3, റേഷ്യോ ആയിട്ട് വേണമെങ്കിൽ H2 എടുക്കാം നമുക്ക്. നമ്മൾ നേരത്തെ പലവട്ടം എടുത്തൊരു വാല്യൂ തന്നെയാണ് ഇപ്പോഴും വന്നത് 4H. അതിന്റെ അവിടെ നമുക്ക് താഴെ 1H വരും. നമ്മളിപ്പോൾ കുറേ വട്ടം എടുത്തു കഴിഞ്ഞാൽ ഇതേ സെയിം വാല്യൂസ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു 3 വർഷത്തിന്റെ ക്വസ്റ്റൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. ഇനി അവർ നമുക്ക് ഏതാ ഈ വട്ടം തന്നിരിക്കുന്നത്? ഈ വട്ടം നമുക്ക് ആ ബോട്ടിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് ആ സ്ട്രീമിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഈ 4 എത്രാന്ന് തന്നിട്ടുണ്ട്, നമ്മൾ ഈ 1 എത്രാന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയാണ് ചോദിച്ചേക്കുന്നത്. ഈ 4ആണ് 12 തന്നേക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 4 എന്ന് പറയുന്നത് 12 കിലോമീറ്റർ പെർ അവർ. നമുക്കറിയാം 4 into 3 ആണ് 12 എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഈ 1 into 3 ചെയ്ത് നമുക്ക് എത്ര വരും? 3 കിലോമീറ്റർ പെർ അവർ എന്ന് വരും. സോ നമ്മുടെ ആൻസർ 3 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ ആൻസർ. സോ ഓപ്ഷനിൽ വരുമ്പം ഓപ്ഷൻ എ 3 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ ആൻസർ. സോ സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു, പക്ഷെ അവർ ക്വസ്റ്റൻ കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആക്കി അവർ അതിനെ ഈ ഒരു രീതിയിലേക്ക് ആക്കി തന്നപ്പോഴത്തേക്ക് നമുക്ക് അപ് സ്ട്രീം ബൈ ഡൗൺ സ്ട്രീം അവർ തന്ന പോലെ തന്നെ നമ്മൾ റേഷ്യോ എടുത്തൊന്ന് സോൾവ് ചെയ്താൽ മതി, നമുക്ക് ആൻസർ വരും. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, എ മാൻ ക്യാൻ റോ അറ്റ് എ സ്പീഡ് ഓഫ് 6 കിലോമീറ്റർ പെർ അവർ ഇൻ സ്റ്റിൽ വാട്ടർ ആൻഡ് ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം ഈസ് 2 കിലോമീറ്റർ പെർ അവർ. അപ്പൊ നമുക്ക് അപ് സ്ട്രീം തന്നിട്ടുണ്ട്, അപ് സ്ട്രീം USD എടുക്കാം നമുക്ക്. എ മാൻ ക്യാൻ റോ അറ്റ് എ സ്പീഡ് ഓഫ് 6 കിലോമീറ്റർ പെർ അവർ ആൻഡ് സ്പീഡ് ഓഫ് ദ സ്ട്രീം 2 കിലോമീറ്റർ പെർ അവർ. അപ്പൊ നമുക്ക് അവിടുന്ന് അപ് സ്ട്രീം ഡൗൺ സ്ട്രീം എടുക്കാൻ പറ്റും. ഇത് 8 എന്നും വരും, ഇത് 4 എന്നും വരും. നമുക്കറിയാം 6 - 2 4, 6 + 2 8. നമുക്ക് എല്ലാവരുടെയും സ്പീഡ് അറിയാം. എന്താ ചോദിച്ചിരിക്കുന്നത്? ഇഫ് ദ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ദി അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം ജേർണി ഓഫ് എ മാൻ ഈസ് 40 മിനിറ്റ്സ്. അപ്പൊ നമുക്ക് അപ്സ്ട്രീമും ഡൗൺ സ്ട്രീം പോകുന്നതിന്റെ സമയത്തിന്റെ വ്യത്യാസമാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം ഏതിലാണ് കൂടുതൽ സമയം എടുക്കാൻ പോകുന്നത്? അപ്സ്ട്രീമിലാണ് കൂടുതൽ സമയം എടുക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്സ്ട്രീം മൈനസ് ഡൗൺ സ്ട്രീം കണ്ടീഷനാണ് അവർ തന്നേക്കുന്നത്. ആൻഡ് അതിലെടുക്കുന്ന സമയത്തിന്റെ വ്യത്യാസമാണ് അവർ എത്രയും തന്നേക്കുന്നത്? 40 മിനിറ്റ് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്സ്ട്രീം എങ്ങനെ എടുക്കുന്നത്? ടൈം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അവിടുത്തെ ഡിസ്റ്റൻസ് ബൈ അവിടുത്തെ സ്പീഡ്. അപ്സ്ട്രീമിന്റെ സ്പീഡ് എത്ര നമുക്ക് തന്നേക്കുന്നത്? 4 തന്നേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് 4 എടുത്തത് മൈനസ് ഇനി അവിടുത്തെ ഡിസ്റ്റൻസ്. ഇനി ഡൗൺ സ്ട്രീം വരുമ്പോൾ അവിടുത്തെ ഡിസ്റ്റൻസ്, ഈ D എടുക്കുന്ന ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞ് കൺഫ്യൂസ് ആവില്ല. നമ്മൾ എന്താണ് ഡൗൺ സ്ട്രീമിന് D തന്നെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡൗൺ സ്ട്രീം ആൻഡ് അവിടെ എടുക്കുന്ന സമയം എത്രയാണ്? സ്പീഡ് എത്രയാണ്? 8. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അപ് സ്ട്രീമും ഡൗൺ സ്ട്രീമും തമ്മിലുള്ള വ്യത്യാസം ടൈമിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ എപ്പോഴും അപ് സ്ട്രീം മൈനസ് ഡൗൺ സ്ട്രീം ചെയ്യുന്നുണ്ട്. അപ് സ്ട്രീമിലായിരിക്കും കൂടുതൽ സമയം എടുക്കുന്നത്. മേളിലോട്ട് പോകാനാണ് കൂടുതൽ സമയം എടുക്കുന്നത് താഴോട്ട് വരുന്നേക്കാളും. അപ്പൊ ഈക്വൽ ടു നമ്മൾ ഇതെല്ലാം കിലോമീറ്റർ പെർ അവറില്ല. അങ്ങനെയാണെങ്കിൽ 40 മിനിറ്റിനെ ഹവറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 40/60 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് സോൾവ് ചെയ്താൽ പോരെ. ക്വസ്റ്റിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദി ഡിസ്റ്റൻസ് എന്നല്ല ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ D കണ്ടുപിടിക്കാൻ. D എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, ഡൗട്ട് വരില്ല, ഡിസ്റ്റൻസ് ആണത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് ക്രോസ് ചെയ്ത് സോൾവ് ചെയ്താൽ മതി. സോ ഇതങ്ങ് സോൾവ് ചെയ്യാം നമുക്ക്. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ 40ഉം 60ഉം ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ഇത് 2/3 എന്നങ്ങ് ആക്കാം. ഇനി നമുക്ക് ആ ഡിസ്റ്റൻസ് ഇനി കോമൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ബ്രാക്കറ്റിന്റെ അകത്ത് എന്തായിരിക്കും വരുന്നത്? LCM എടുത്ത് സോൾവ് ചെയ്യുമ്പോൾ 4/32 1/8 എന്ന് വരും. ഈക്വൽ ടു നമുക്ക് ഇവിടെ 2/3 എന്നുണ്ട്. സോ ഇതങ്ങ് ക്രോസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് ഈക്വൽ ടു 8 × 2 16/3 എന്ന് വരും. സോ 16/3 തന്നെയാണ് ഓപ്ഷനിൽ കൊടുത്തേക്കുന്നവര്. സോ 16/3 കിലോമീറ്റർ നമുക്ക് ആൻസർ വരും. 16/3 കിലോമീറ്റർ ആൻസർ. ഓക്കെ, ഈസി ആയിട്ട് വന്നില്ലേ? ആൻഡ് ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റിനും നമ്മുടെ ഈ ബോട്ട് ആൻഡ് സ്ട്രീമിലെ ലാസ്റ്റ് 3 വർഷത്തെ ക്വസ്റ്റ്യൻസിലെ ലാസ്റ്റ് ക്വസ്റ്റിനും, സ്പീഡ് ഓഫ് സൂരജ് ഈസ് 16 കിലോമീറ്റർ പെർ അവർ ഇൻ സ്റ്റിൽ വാട്ടർ ആൻഡ് കറന്റ് ഈസ് ഫ്ലോയിങ് അറ്റ് ദ റേറ്റ് ഓഫ് 4 കിലോമീറ്റർ പെർ അവർ. നമുക്ക് 2 സ്പീഡ് തന്നിട്ടുണ്ടെങ്കിൽ നേരെ USDയിലേക്ക് അങ്ങ് പോവാം. USDയിലേക്ക് പോയി കഴിഞ്ഞാൽ സ്പീഡ് 16ഉം ആൻഡ് സ്പീഡ് 4ഉം ബോട്ടും സ്ട്രീമിന്റെയും. അങ്ങനെയാണെങ്കിൽ ഇത് 20 എന്ന് വരണം ആൻഡ് ഇത് നമുക്ക് എത്ര എന്ന് വരണം? നമുക്ക് ഇത് 12 എന്ന് വരണം. എന്താ ചോദിച്ചേക്കുന്നത്? വാട്ട് വിൽ ബി ദി ആവറേജ് സ്പീഡ് ഓഫ് സൂരജ് ഇൻ ദി ജേർണി കംപ്രൈസിംഗ് ഓഫ് ആൻ അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം ജേർണി. അപ്പം ചുമ്മാ ആവറേജ് സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ നമ്മൾ ആവറേജ് സ്പീഡ് എടുക്കുന്നത്? നമുക്കറിയാം 2xy/x+y. ഇങ്ങനത്തെ റിലേഷൻസ് ഇവിടെ വളരെ റയർ ആയിട്ടാണ് വരുന്നത്. നമുക്കറിയാം ഈ ആവറേജ് സ്പീഡിന്റെ ഒക്കെ റിലേഷന് ബോട്ട് ആൻഡ് സ്ട്രീമിൽ വരുന്ന റയറാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഈ അപ് സ്ട്രീം ഡൗൺ സ്ട്രീം എന്ന് പറയുമ്പോൾ നമുക്ക് മേളിലോട്ട് താഴോട്ടും പോകുന്ന സ്പീഡ് എടുത്തങ്ങ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ 2 × 12 × 20 /
12+20 എടുത്താൽ മതി. 12+20. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പോൾ 12+20 എന്ന് പറയുമ്പോൾ നമുക്കത് അറിയാം. എത്രയാണ് അതെന്ന് പറയുന്നത്? നമ്മുടെ 32 ആണ്. 32 നമുക്കൊന്ന് ക്യാൻസൽ ചെയ്തെടുക്കുകയാണെങ്കിൽ 32 നമ്മൾ 8 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര വരും? 4 എന്ന് വരും. അതെ. ആൻഡ് 2 × 20 40. ആ 40 നമ്മൾ 8 വെച്ച് ക്യാൻസൽ ചെയ്താൽ 5 എന്ന് വരും. ആൻഡ് ഈ 4ഉം 12 ക്യാൻസൽ ചെയ്താൽ ഇവിടെ 3 എന്ന് വരും. ആൻഡ് 3 × 5 നമുക്ക് എത്രയെന്ന് വരും? 15 എന്ന് വരും. സോ ചോദിച്ചത് ആ ഒരു ആവറേജ് സ്പീഡാണ്. സോ ആവറേജ് സ്പീഡ് എത്ര വരും? 15 km/h നമുക്ക് ആവറേജ് സ്പീഡ് വരും. 15 km/h. സോ ഓപ്ഷൻ എ വരുമ്പോൾ ഓപ്ഷൻ എ 15 km/h ആണ് നമ്മുടെ ആവറേജ് സ്പീഡ്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ ലാസ്റ്റ് 3 ഇയേഴ്സിലെ ബോട്ട് ആൻഡ് സ്ട്രീമിന്റെ എല്ലാ ക്വസ്റ്റൻസും നമ്മൾ നോക്കിയിട്ടുണ്ട്. എല്ലാം വളരെ ഒരു നോർമൽ ഏകദേശമൊക്കെ ഒരേ പാറ്റേണിലെ ക്വസ്റ്റൻസ് ആണ് നമുക്ക് ചോദിച്ചിരുന്നത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റൻസ് നിങ്ങൾ കാണാൻ പറ്റും റേഷ്യോ വെച്ച് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന പോലെയും അതുപോലെ USD മെത്തേഡ് യൂസ് ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ എടുക്കാൻ പറ്റുന്ന പോലെയാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബോട്ട് ആൻഡ് സ്ട്രീമിന്റെ ക്വസ്റ്റൻസ് വളരെ പെട്ടെന്ന് ചെയ്ത് നിങ്ങൾക്കറിയാം എല്ലാം ചെറിയ ചെറിയ സൊല്യൂഷൻസ് ആയിരുന്നു. നമ്മൾ ഈവൻ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്തു പോയത്. പക്ഷെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എഴുതിയിട്ടുമുണ്ട് ഡൗട്ട് വരാതിരിക്കാൻ. സോ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടുന്ന പോലത്തെ ക്വസ്റ്റൻസ് ആണ് നമ്മുടെ SBIയുടെ ക്ലർക്കിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ എല്ലാ ക്വസ്റ്റൻസും നമ്മൾ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് 3 ഇയേഴ്സിൽ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് മനസ്സിലായി കാണും ബോട്ട് ആൻഡ് സ്ട്രീമിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻ ചോദിക്കുന്നത്. ബിക്കോസ് നമ്മൾ ട്രെയിനിൽ നിന്ന് ക്വസ്റ്റൻ ചെയ്തായിരുന്നു. അവിടെ ഒരു 7 ക്വസ്റ്റൻ ആയിരുന്നു ചോദിച്ചത്. നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് നോക്കിയാൽ വെറും 3 ക്വസ്റ്റനേ ഉള്ളായിരുന്നുള്ളൂ ചോദിച്ചിട്ടുള്ളത്. പക്ഷേ എല്ലാം കൂടി 20ഓളം ക്വസ്റ്റൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ഓരോ സെഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ബോട്ട് ആൻഡ് സ്ട്രീം ഏറ്റവും കൂടുതൽ, പിന്നെ ട്രെയിനും പിന്നെ ബോട്ടും. അപ്പോൾ സോറി പിന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസും അങ്ങനെയാണ് നമുക്ക് ചോദിച്ചത്. ബോട്ട്, ട്രെയിന്, പിന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഈ ഒരു രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റൻസ് ഒക്കെ തന്നെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതിന് മുമ്പുള്ള സെഷൻസ് കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചാനലിൽ ചെന്ന് അവിടുന്ന് സെഷൻസ് ഒക്കെ കാണുക. നിങ്ങൾക്ക് സെഷൻ യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും കാര്യം പഠിക്കാൻ കിട്ടിയെങ്കിൽ ഡെഫിനറ്റ്ലി സെഷൻ ലൈക്ക് ചെയ്യുക. പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് ചാനലിലേക്ക് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ ഫോളോ ചെയ്യാൻ ഫ്യൂച്ചറിൽ വരുന്ന ഇതേപോലത്തെ ക്വസ്റ്റൻ ഡിസ്കഷൻ ഒന്നും തന്നെ മിസ്സാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ എക്സാംസിന്റെയും പ്രീവിയസ് ക്വസ്റ്റൻ ഡിസ്കഷൻ ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന RRB ആയാലും IPS ആയാലും SSC റെയിൽവേ എക്സാംസ് ആയാലും എല്ലാത്തിനെയും തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നിങ്ങൾ ടോപ്പിക് വൈസ് ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ പ്ലേലിസ്റ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ ടോപ്പിക്കിന്റെയും അതിപ്പോൾ ഏത് എക്സാമിന്റെ ക്വസ്റ്റൻസ് ആണെങ്കിലും ഓരോ ടോപ്പിക്കായിട്ട് നമ്മളത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതിന്റെ ബേസിക്സ് ഒന്ന് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ അത് ഏത് എക്സാം ആയാലും നിങ്ങൾക്കറിയാം SSCയുടെ ക്വസ്റ്റൻസ് തന്നെ ബാങ്കിനും ചോദിക്കാറുണ്ട്, റെയിൽവേക്കും ചോദിക്കാറുണ്ട്, അതിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിലും ആ ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഏത് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റൻ ആണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാമേ ഉള്ളൂ. പിന്നെ SBIയുടെ ക്ലർക്ക് നോക്കുന്നവർക്ക് നിങ്ങൾക്കത് ഈ ഒരു സെഷൻസ് ഫുള്ള് ഒരുമിച്ച് SBIയുടെ ക്ലർക്കിന്റെ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതും അവിടെ നിന്ന് കാണാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി മുമ്പോട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇനിയും ബാക്കിയുള്ള എക്സാംസിനൊക്കെ ക്വസ്റ്റൻസുമായിട്ട് നമുക്ക് ഇവിടെ വീണ്ടും കാണാം. താങ്ക് യു ഓൾ ആൻഡ് ഓൾ ദി ബെസ്റ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും.